നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദംപുരി. കുംഭമാസം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏവർക്കും പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തുന്നതാണ് ശിവരാത്രി. കാരണം കുംഭമാസത്തിൽ ചോറ്റാനിക്കരം മകം പോലെ തന്നെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രാധാന്യമായി നമ്മൾ ലോകത്തുള്ള എല്ലാ സനാതന ധർമ്മവിശ്വാസികളും ആചരിച്ചു പോരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭക്തന്മാരായി നിൽക്കുന്ന എല്ലാവർക്കും മോക്ഷത്തിലേക്ക് നമ്മളെ പ്രയാണം ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മോക്ഷം തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് കുംഭമാസത്തിലെ ശിവരാത്രി എന്ന് പറയുന്നത്. കുംഭമാസത്തിലെ ശിവരാത്രിയെക്കുറിച്ചും മഹാദേവനെക്കുറിച്ചും ഞാൻ നിങ്ങളെ പ്രത്യേകം പറഞ്ഞു പഠിപ്പിക്കേണ്ടതായി നിൽക്കുന്ന ഒരു വിഷയങ്ങൾ പോലുമില്ല. കാരണം നമുക്കറിയാം ശിവരാത്രി എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടറിയാം. പക്ഷേ ഇക്കുറി ഈ തവണ ശിവരാത്രിയും പ്രദോക്ഷവ്രതവും കൂടെ ഒരുമിച്ചാണ്. അപ്പോൾ പ്രദോഷം തന്നെ എന്താ പറയണേ, വളരെ ഗംഭീരമായി നിൽക്കുന്ന മോക്ഷത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതും കൂടിയാണ്. നടരാജ നൃത്തമാടുന്ന മഹാദേവന്റെ മുമ്പിൽ ആ മഹാദേവനെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന വ്രതമാണ് പ്രദോക്ഷവ്രതം. അതുപോലെ തന്നെയാണ് ശിവരാത്രി പ്രാധാന്യം. ശിവരാത്രിയുടെ പ്രാധാന്യം നമുക്കറിയാം. പാലാഴി കടഞ്ഞെടുത്ത് അതിൽ നിന്ന് അമൃത് ഉണ്ടാക്കി ആ അമൃത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കടച്ചിലിന്റെ ആ സമയമാണ് ശരിക്കും പറഞ്ഞാൽ ശിവരാത്രി ദിവസം. അന്ന് പാലാഴി കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താ പറയണേ, ആദ്യമായി പൊങ്ങി വന്ന കാളകൂടം എന്ന് പറയുന്ന വിഷം ദേവാദിദേവനായി നിൽക്കുന്ന മഹാദേവൻ വിഴുങ്ങുകയും അത് ആ കാളകൂടം വിഷം ഭൂമിയിൽ പതിച്ചാൽ ഭൂമി നശിക്കും. ഭൂമി നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അത് വിഴുങ്ങുകയും ആ വിഷം താഴേക്ക് ഇറങ്ങിപ്പോകാതെ പാർവതി കൈകൊണ്ട് തടഞ്ഞു നിർത്തുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം പറയുന്നത്. അതുകൊണ്ടാണ് നീലകണ്ഠൻ, അങ്ങനെ ഈ കഴുത്തിൽ ആ വിഷം ഉറച്ചു പോയപ്പോൾ നീല നിറായി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നീലകണ്ഠൻ എന്ന് പറയുന്നത്. ഈ ശിവരാത്രിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് മറ്റൊന്നുകൂടി പറയാൻ പറ്റും. ശിവരാത്രി നമ്മളിപ്പോൾ ഈ പാലാഴി കടയുന്നതിനെ നമ്മുടെ മനുഷ്യ സ്വരൂപത്തിലെ ചിന്തകളുമായി നമ്മളൊന്ന് പരിവർത്തനം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സാകുന്ന ആ സ്ഥലത്ത് നമ്മുടെ ദുർശീലങ്ങളും ദുർസ്വഭാവമാവുന്ന അസുരന്മാരും സൽശീലങ്ങളാവുന്ന ദേവന്മാരും നമ്മുടെ മനസ്സിൽ നടത്തുന്ന ഒരു യുദ്ധത്തില്, മനസ്സിലാവുന്നുണ്ടോ? വാസുകി എന്ന് പറയുന്ന സർപ്പത്തെ കയറാക്കി പിരിക്കണ പോലെ നമ്മുടെ നമ്മുടെ മനസ്സിലെ ചീത്ത കർമ്മങ്ങളെ വാസുകിയായി സങ്കല്പിച്ച് മഥനം ചെയ്യുന്നതിന് പകരം മനനം ചെയ്ത് അവിടുന്ന് ഏറ്റവും ഉദാത്തമായി നിൽക്കുന്ന അമൃതിനെ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് നൽകുന്ന ഒരു പ്രവൃത്തി. അപ്പം നമ്മുടെ ശരീരത്ത് അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളില് നമ്മുടെ ബുദ്ധിയിലുള്ള നീചമായി നിൽക്കുന്ന വികാരങ്ങളെ, നീചമായി നിൽക്കുന്ന വിചാരങ്ങളെ, നീച ചിന്തകളെ എല്ലാം നമ്മളിൽ നിന്ന് മാറ്റി ദൈവികമായി നിൽക്കുന്ന നന്മയുടെ, ഐശ്വര്യത്തിന്റെ, ശ്രേഷ്ഠതയുടെ അല്ലെങ്കിൽ എല്ലാ ഇത് നിറഞ്ഞു നിൽക്കുന്ന ഗുണഭാവങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സിന്റെ ഉടമയാക്കി മനുഷ്യനെ മാറ്റാൻ തക്കവണ്ണം നമ്മളെ പരിവർത്തനം ചെയ്യാനായിട്ട് ശിവരാത്രി വ്രതം കൊണ്ട് സാധിക്കും. അങ്ങനെ നമുക്കതിനെ ഒന്ന് ഇതാക്കി പറയാൻ പറ്റും, അതിനൊന്ന് മറിച്ച് ചിന്തിക്കാൻ പറ്റും. പുരാണത്തിൽ പറയുന്ന എന്താ പറയുന്നത്, അമൃതിന് വേണ്ടിയുള്ള ആ കർമ്മവും അത് നേരെ നമ്മുടെ മനസ്സുമായി ഒന്ന് പരിവർത്തനം ചെയ്ത് അത് രണ്ടും കൂടെ വേറൊരു കഥയായിട്ട് ചിന്തിച്ചാൽ അങ്ങനെ പറയാൻ പറ്റും എന്ന് നമുക്ക് പറയാം. എന്തെന്നാൽ ഈ ശിവരാത്രി വ്രതം, ശിവരാത്രിക്ക് എടുക്കുന്ന വ്രതങ്ങൾ ഒരു മനുഷ്യ ആയസിൽ അവന് ചെയ്തിരിക്കുന്ന എല്ലാ ദുർവിചാരങ്ങളെയും ദുർകർമ്മങ്ങളെയും ദോഷങ്ങളെയും നമ്മളിൽ നിന്ന് മാറ്റി മോക്ഷത്തിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. പണ്ട് സിന്ധു നദിയുടെ തീരത്ത് ഒരു രാജവംശത്തില് രാജാവിന്റെ മകനായി വളരെ മോശമായി നിൽക്കുന്ന സ്വഭാവമുള്ള ഒരു വ്യക്തി ജനിച്ചു. അദ്ദേഹം എന്തൊക്കെ അദ്ദേഹത്തിന് സ്വഭാവ ദൂഷ്യമുണ്ടോ അതെല്ലാം അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ അദ്ദേഹം ഒരു
എന്താ പറയണേ, ഈ അന്നത്തെ കാലത്ത് പറയുന്ന ഒരു കവിവചനമാണ്, അന്നത്തെ കാലത്തെ കവിവചനമാണ്. നമ്മൾ ഇന്നത്തെ കാലവും അതിന് സാമ്യം ചെയ്യാൻ പറ്റില്ല. പഴയകാല ചണ്ടാല സ്ത്രീ എന്ന് പറയണ, അതായത് ശരിക്കും അദ്ദേഹത്തിന്റെ കുലത്തിൽ നിന്ന് ഒത്തിരി താഴെയുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുക അന്നൊക്കെ അത് വളരെ എന്താ പറയണേ, ഈ കുടുംബത്തിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റുന്ന അത്രയും ശക്തമായി നിൽക്കുന്ന ദോഷപ്രക്രിയ അതൊക്കെ ചെയ്ത്, അതുമാത്രമല്ല അദ്ദേഹത്തിന് അതിനകത്ത് 3 പെൺകുട്ടികളും 2 ആൺകുട്ടികളും ഉണ്ടാകുന്നു. അതിൽ ഒരു പെൺകുട്ടിയെ തന്നെ അദ്ദേഹം തന്നെ, അച്ഛൻ തന്നെ മകളെ വയ്ക്കുന്നു. അങ്ങനെ എന്തൊക്കെ ദുഷ്കർമ്മം ചെയ്യാവോ അങ്ങനെയുള്ള ദുഷ്കർമ്മങ്ങളൊക്കെ ചെയ്തിരിക്കുമ്പോഴാണ് ഭാര്യ പറയണേ എനിക്ക് നാഗപുഷ്പം വേണം എന്ന് പറഞ്ഞ് ഭർത്താവിൻ്റെ അടുത്ത് ആവശ്യപ്പെടുക. അദ്ദേഹം ഇങ്ങനെ തപ്പി ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പൂക്കൾ തെരഞ്ഞിട്ട് അവസാനം കിട്ടാതായി ഒരു ഇന്ന ഏരിയയിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ശിവക്ഷേത്രത്തിലാണ് അത് നിൽക്കണേ. ആ ശിവക്ഷേത്രത്തിൽ അദ്ദേഹം ചെന്നപ്പോൾ നിറച്ച ആൾക്കാരും ഉത്സവങ്ങളും നാമജപാദികളൊക്കെയാണ്. അപ്പൊ ഇവരൊക്കെ മാറിയിട്ട് വേണം അദ്ദേഹത്തിന് ആ പൂവ് അവിടെ നിന്ന് എടുക്കാൻ. അങ്ങനെ അദ്ദേഹം അവിടെ കാത്തിരുന്നു. അദ്ദേഹത്തിന് ഈ ആൾക്കാർ കാണിക്കുന്ന നാമജപത്തിലൊന്നും ഒരു പ്രാധാന്യവും ഇല്ല. അദ്ദേഹം സൈഡിലിരിക്കുകയില്ലേ. അദ്ദേഹം സൈഡിലിരുന്നു. ആൾക്കാരൊക്കെ പിരിഞ്ഞപ്പോൾ പൂ പറിച്ച് അദ്ദേഹം പോന്നു. കാലക്രമേണ അധികം താമസിയാതെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ, സ്വാഭാവികമായി മരിച്ചു കഴിഞ്ഞാൽ യമകിങ്കരന്മാർ വന്നിട്ട് നമ്മുടെ ആത്മാവിനെ കൊണ്ടുപോകാൻ വരും. ആ യമകിങ്കരന്മാർ നമ്മളെ കൊണ്ടുപോകാൻ വരുന്ന ആ സമയത്ത് ശിവഭൂതഗണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു എന്നാ പറയണേ. എന്നിട്ട് അദ്ദേഹത്തെ ശിവലോകത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ ഇത്രയും ദുഷ്കർമ്മം ചെയ്ത ഒരാളെ, സ്വന്തം മകളെ വരെ വേൾത്ത ഒരാളെ എങ്ങനെയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പുണ്യലോകത്തേക്ക് എത്തിയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പൂ പറിക്കാൻ ചെന്ന ദിവസം ശിവരാത്രി ആയിരുന്നു എന്നാ പറയണേ. ആ നാമജപാദികൾ കേട്ട് അമ്പലത്തിന്റെ പരിസരത്തിരുന്ന ആ ദുർസ്വഭാവിയായി നിൽക്കുന്ന ആ വ്യക്തിക്ക് പൂർണ്ണമായ മോക്ഷത്തിലേക്കൊരു വഴിയൊരുക്കിയത് ആ നാമജപം ശ്രവിച്ചതിന്റെ ഫലമാണ്. നാമജപത്തെക്കുറിച്ച് നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ശ്രവണം ഒരു പ്രധാന ഘടകമാണ്. ജപത്തോടൊപ്പം ലിഖിത ജപം പറയുന്നുണ്ട്, ജപാദികൾ പറയുന്നുണ്ട്. നാമജപത്തിന്റെ ശ്രവണം പോലും നമ്മളെ മോക്ഷത്തിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെയാണ് പറയാ, അങ്ങനെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ശിവരാത്രി ദിവസത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി നമ്മൾ ഓരോരുത്തരും ആ അദ്ദേഹത്തിന്റെ, അതായത് ദേവാദിദേവനായി നിൽക്കുന്ന പരമേശ്വരന്റെ പൂർണ്ണമായി നിൽക്കുന്ന അനുഗ്രഹം നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ പരമ്പരയിലേക്കും എത്തിച്ചേരുന്നതിനായിട്ട് ആ ഭഗവാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഭഗവാന് വേണ്ടിയിട്ട് വ്രതമെടുത്ത ദിവസം, ഭഗവാന്റെ ആയസ്സിന് വേണ്ടി ആൾക്കാർ കാത്തിരുന്ന ദിവസം, അന്ന് ഭഗവാന് വേണ്ടി ഒരു ദിവസം നമ്മൾ മാറ്റിവെക്കുമ്പോൾ നമ്മൾക്ക് കിട്ടാൻ പോകുന്നത് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായി നിൽക്കുന്ന, ഏറ്റവും സുഹൃതികരമായി നിൽക്കുന്ന, ഏറ്റവും മോക്ഷപ്രധാനമായി നിൽക്കുന്ന ഒരു ദിവസത്തെയാണ്. അന്നത്തെ ദിവസം തന്നെ പ്രദോഷം കൂടെ വരുമ്പോഴത്തെ ഒരു അവസ്ഥയും ചിന്തിച്ചു നോക്കൂ. പ്രദോഷത്തെക്കുറിച്ച് തന്നെ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ എല്ലാ മോക്ഷങ്ങളും നൽകുന്ന, എല്ലാ സങ്കടങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ സന്തതി പരമ്പരയെ രക്ഷിക്കാൻ പറ്റുന്ന എന്താണോ അതിന്റെ വ്രതത്തെയാണ് പ്രദോഷ വ്രതം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കേണ്ടത് ഈ രണ്ടും ഫലവും കൂടെ ഒരുമിച്ച് വരിക. പ്രദോഷം വ്രതം തുടങ്ങാൻ പറ്റുന്ന ആൾക്കാർക്ക് തുടങ്ങാൻ പറ്റിയ ദിവസമാണ്. ശനിപ്രദോഷം പോലെ തന്നെ ഒരു പ്രാധാന്യമുള്ള ദിവസമാണ്. അന്നത്തെ ദിവസം ഞാൻ എൻ്റെ കേൾവിക്കാരായി നിൽക്കുന്ന, നമ്മുടെ വിശ്വാസികളായി നിൽക്കുന്ന, നാമജപാദികളിൽ കൂടെ ചിന്തിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, അന്നത്തെ ദിവസം ശിവരാത്രിയുടെ അന്ന് ദിവസം, ആ ഒരു ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും അതിൻ്റെ തലേ ദിവസം, നിങ്ങൾ ശിവരാത്രിയുടെ തലേ ദിവസം നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒരിക്കലെടുക്കുക. എന്ന് വെച്ചാൽ തലേ ദിവസം വൈകുന്നേരത്തെ അരിഹാരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് പിറ്റേ ദിവസവും ശിവരാത്രി ഫുൾ ഡേ, ശിവരാത്രി തുടങ്ങുന്ന അന്ന് തൊട്ട് പിറ്റേ ദിവസം രാവിലെ വരെ നിങ്ങൾ വെജിറ്റേറിയൻ മാത്രം ഭക്ഷണമാക്കുകയും, ആരോഗ്യമുള്ളവർ ഒരു കരിക്കിന്റെ നീരോ കരിക്ക് മാത്രം ചില പഴവർഗ്ഗങ്ങളോ കഴിച്ച് വളരെ ഉപവാസ രീതിയെ കൊണ്ടുപോകാമെങ്കിൽ അത് അതിലും കേമമാണ്. ഒരു നിവൃത്തിയില്ലാത്തതോട് ഞാൻ നിർബന്ധിക്കുന്നില്ല, അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. എങ്കിലും ഭഗവത് പ്രസാദങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് ആ ദിനത്തെ നിങ്ങൾ വരവേൽക്കുകയാണെങ്കിൽ, ആ ദിനത്തില് അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഭഗവാനെ ശ്രവിച്ച്, ഭഗവാനെ കണ്ട്, ഭഗവാനെ കേട്ട്, ഭഗവാന് വേണ്ടി ഒരു ദിവസം നിലനിൽക്കുകയാണെങ്കിൽ അതിന്റെ ഫലം എന്ന് പറയുന്നത് എന്നെപ്പോലൊരാൾക്ക് പറഞ്ഞ് അറിയിപ്പിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലുള്ളതല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമഃശിവായ നമഃശിവായ എന്ന് പറയുന്ന നാമജപം കൊണ്ട്, നമഃശിവായയുടെ ശക്തി കൊണ്ട് ആ ശിവൻ തന്നെ അഘോരിയായിട്ടും ദക്ഷിണാമൂർത്തിയായിട്ടും ശരഭമായിട്ടും ഉമാമഹേശ്വരനായിട്ടും അങ്ങനെ മൃത്യുഞ്ജയനായിട്ടും ഇങ്ങനെ നമ്മുടെ ലോകത്തെ ഇങ്ങനെ നിലനിർത്തുന്ന അവസ്ഥയിൽ അഘോരിയായിട്ട് നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. ദക്ഷിണാമൂർത്തിയായിട്ട് നമ്മുടെ ബുദ്ധിയുടെ രൂപത്തിലും വിദ്യയുടെ രൂപത്തിലും തരുന്നുണ്ട്. ഉമാമഹേശ്വര സങ്കല്പത്തിലെ ലോകത്തെ ഏറ്റവും വലിയ സിദ്ധി മുഹൂർത്തമായി നിൽക്കുന്ന ഉമാമഹേശ്വര മൂർത്തിയായിട്ട്, അന്തിമഹാകാല നൈരക്ഷിയായിട്ട് അതിശക്തമായിട്ട് നിൽക്കുന്ന മൃത്യുഞ്ജയ ഭാവത്തോടുകൂടി സർവ്വപാപങ്ങളും നശിപ്പിച്ച് രോഗങ്ങളിൽ നിന്ന് രക്ഷിച്ച് നമ്മളെ കാത്തരുളുന്ന, അങ്ങനെ എല്ലാ ഭാവങ്ങളും ഉൾക്കൊള്ളുന്ന ദേവാദിദേവനായി നിൽക്കുന്ന മഹാദേവനെ സങ്കല്പിച്ച് ആ ദിവസം നിങ്ങൾ ഒരു ദിവസം മാറ്റിവെച്ചാൽ നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, ജോലി, നമ്മുടെ ശാപതാപങ്ങള്, നമ്മുടെ ശത്രുബാധകൾ, നമ്മൾക്കുണ്ടാകുന്ന എല്ലാതരം നെഗറ്റീവ് എനർജികൾ, നമ്മൾക്കുണ്ടാകുന്ന ദുരിതങ്ങൾ, നമ്മുടെ സങ്കടങ്ങളിൽ ഇതെന്നെല്ലാം മോക്ഷത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് ആ ഒരു ദിവസം കൊണ്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും ശിവരാത്രി ദിവസം പൊതു അവധിയാണെന്ന് ഏവർക്കും അറിയാം. ഈ എത്രയും ദിവസം നമുക്ക് കിട്ടുമ്പം ശിവരാത്രി എന്ന് പറഞ്ഞൊരു ദിവസം നിങ്ങൾ രാവിലെ അമ്പലത്തിൽ പൊക്കോളൂ. അമ്പലത്തിൽ ഇരുന്ന് കുറച്ചു നേരം നാമം ജപിക്കാം. വൈകുന്നേരങ്ങളിൽ അമ്പലത്തിൽ ഇരുന്ന് നാമം ജപിക്കാൻ, ബാക്കി കുടുംബത്തിൽ ജപിക്കാമല്ലോ. ശിവപുരാണം എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ശിവപുരാണം വായിച്ച് അത് ഒരു പുസ്തകം മുഴുവൻ നിങ്ങൾക്ക് പൂർത്തിയാക്കാം. ഇതൊന്നും വേണ്ട, നമ്മൾ കൂടുതലായിട്ടൊന്നും കണക്കൂട്ടണ്ട. അന്ന് തൊട്ട് അന്നത്തെ ദിവസം നമ്മുടെ കുടുംബത്തിൽ കിടാവിളക്ക് വെക്കുക. കിടാവിളക്ക് വെച്ചിട്ട് ഇപ്പം നമ്മൾ രാവിലെ കാപ്പ് കുടിക്കുന്ന സമയമാണോ, ഷുഗറും പ്രഷറും ഒക്കെ ഉണ്ടോ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വെജിറ്റേറിയനായിട്ട് കാലും മുഖവും വൃത്തിയായിട്ട് കഴുകി ശൗചാദികൾ കൃത്യമായി മാത്രം നോക്കിക്കൊണ്ട് നമഃശിവായ ജപിക്കുക. അന്ന് എത്ര നമഃശിവായ ജപിക്കാൻ പറ്റും എന്ന് നിങ്ങൾ നിരീക്ഷിക്കുക. എത്ര ജപിക്കാൻ പറ്റും എന്ന് വെച്ചാൽ അത്രയും ജപിക്കുക. ഞാൻ പറയുവാണ് എങ്കിൽ അന്ന് ഏകദേശം രാത്രിയും പകലും കൂടിയായിട്ട് ഒരു കുടുംബത്തിൽ ഒരു 3, 4, 5 ആൾക്കാരുണ്ടെങ്കിൽ അവർ 2 മണിക്കൂർ 2.5 മണിക്കൂർ നാമം ജപിച്ചാൽ ഏകദേശം 1 ലക്ഷം മുകളിൽ നാമജപാദികൾ ഒരു കുടുംബത്തിൽ തീരും. 1 ലക്ഷാർച്ചനയ്ക്ക് തത്തുല്യമായി നിൽക്കുന്ന നാമജപം ഒരു കുടുംബത്തിൽ വരും. ഒരച്ഛനും ഒരമ്മയും 2 മക്കളും ഉണ്ടെങ്കിൽ അവർ 2 or 3 മണിക്കൂർ നമഃശിവായ ജപിച്ചാൽ മതി. മനസ്സിലാവുന്നുണ്ട്? 3 മണിക്കൂർ 4 മണിക്കൂർ കൊണ്ട് ഏകദേശം 1 ലക്ഷത്തിൽ മുകളിലേക്ക് 4 പേരും കൂടെ ജപിച്ചാൽ വരും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസമായി നിൽക്കുന്ന ശിവരാത്രിക്ക്, ഭഗവാൻ ഏറ്റവും സന്തോഷം നൽകുന്ന പ്രദോഷമായി നിൽക്കുന്ന ആ ദിവസം, ഇത് രണ്ടും കൂടെ കൂടുന്ന ഒരു ദിവസം, ആ മഹാദേവന്റെ പൂർണ്ണമായി നിൽക്കുന്ന അനുഗ്രഹകല ഭക്തരിലേക്ക് നേരിട്ട് പ്രസരിക്കുന്ന ദിവസം, നമ്മുടെ പൂർണ്ണമായി നിൽക്കുന്ന പിതൃക്കൾ സന്തോഷിക്കുന്ന ദിവസം, നമ്മളുടെ പൂർണ്ണമായി നിൽക്കുന്ന അറിഞ്ഞോ അറിയാതെയോ വാക്കുകൊണ്ടോ ബുദ്ധി കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ ശാപങ്ങളും പാപങ്ങളും നമ്മളിൽ നിന്ന് മാറി നമുക്ക് നന്മയുടെ വഴിയിലേക്ക്, മോക്ഷത്തിന്റെ വഴിയിലേക്ക് എത്തിക്കാൻ പറ്റിയ ദിവസം. അങ്ങനെ ഇതെല്ലാം തരുന്ന ദേവാദിദേവന്റെ ദിവസമാണ്. ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന, അല്ലെങ്കിൽ ഒന്ന് മനസ്സിൽ നിരീക്കുമ്പോൾ തന്നെ അവന്റെ മുമ്പിൽ അവന്റെ കാര്യം എന്താണെന്ന് അറിയുന്ന ക്ഷിപ്രപ്രസാദിയായി നിൽക്കുന്ന ഭഗവാൻ. ആ ക്ഷിപ്രപ്രസാദിയായി നിൽക്കുന്ന ഭഗവാന്റെ ശിവരാത്രി ദിവസം, ആ ഒരു ദിവസം നിങ്ങൾ പൂർണ്ണമായി അദ്ദേഹത്തിന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ വന്ന ഇതുപോലെ 1, 2 ശിവരാത്രി കഴിയുമ്പോൾ നിങ്ങളുടെ കുടുംബത്തെ സ്ഥായിയായ സുഹൃതം നിലനിൽക്കുന്നു. അവിടെ സ്ഥായിയായ സ്ഥിരമായ സുഹൃതം നിലനിൽക്കുന്നു. ഒരു കുടുംബത്തിലെ ഏറ്റവും വലിയ ദുഷ്കൃതം അല്ലെങ്കിൽ ദുരിതങ്ങൾ അല്ലെ സങ്കടങ്ങൾ, അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എവിടെയോ എപ്പോഴോ ഏതോ കാലത്തോ ഏതോ തലമുറകളിലോ ചെയ്ത ശാപതാപാദികളും കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ട വിധം അനുഷ്ഠിക്കാതെ വരുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ദുരിതങ്ങളുമാണ് നമ്മുടെ ഇപ്പം അനുഭവിക്കുന്ന സങ്കടങ്ങൾ. ഈ സങ്കടങ്ങളിൽ നിന്ന് പൂർണ്ണമായി നമുക്ക് നന്മയുടെ വഴിയിലേക്ക് വരാൻ, ഈ സങ്കടങ്ങൾ മാറ്റി നമ്മുടെ ജീവിതത്തിൽ ഒരു ഐശ്വര്യം പ്രദാനം ചെയ്യാൻ, ഈ സങ്കടങ്ങളെ മാറ്റി നമുക്ക് ശ്രേഷ്ഠമായി നിൽക്കുന്ന ഒരു ജീവിതത്തെ തരാൻ, ഭൗതികപരവും ആത്മീയപരവുമായി നിൽക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ പരമ്പരയെ വളർത്തിക്കൊണ്ടുവരാൻ ഏറ്റവും ഗംഭീരമായ ദിവസങ്ങളൊന്നാണ് ശിവരാത്രി. അപ്പൊ അതുകൊണ്ട് ഇന്ന് ജപിക്കുമ്പോൾ അതിന് 15 അല്ല 1000 ഇരട്ടി ഫലമാണ്. അറിയാം, കുഷ്ഠരോഗിയായി നിൽക്കുന്ന ഒരാള് കറക്റ്റ് 6:30 മണി 7 മണിക്ക് മഹാദേവന്റെ അമ്പലത്തിലെ ദീപാരാധന തൊഴാൻ വേണ്ടിയിട്ട് അദ്ദേഹം എഴഞ്ഞെഴഞ്ഞ് നീങ്ങിയപ്പോൾ കേമന്മാരായി നിൽക്കുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠർ എന്ന് തന്നെ പറയണേ, അങ്ങനെ കേമന്മാരായി നിൽക്കുന്ന ചില ബ്രാഹ്മണരൊക്കെ ഈ കുഷ്ഠരോഗിയെ വെച്ച് വഴിമാറൂ, ഞങ്ങൾക്ക് തൊഴാറായി എന്നൊക്കെ പറഞ്ഞങ്ങ് ചെന്നു. ഏതോ ഒരു സന്യാസി അദ്ദേഹത്തിന് ഭിക്ഷയായി കൊടുത്തത് ഒരു പിടി കൂവളത്തിലെയാണ്. ആ കൂവളത്തിലെ ഭഗവാനെ ഓർത്ത് ഭഗവാന്റെ ക്ഷേത്രത്തിന്റെ ഒരുപാട് ദൂരെ അകലെ ഇരുന്ന് സങ്കല്പിച്ച് അദ്ദേഹം നമഃശിവായ ജപിച്ച് ത്രിസന്ധ്യ നേരത്ത് അർച്ചന ചെയ്തു, ഭൂമിയിലേക്ക് അർച്ചന ചെയ്തു.
മഹാദേവന് അവിടെ എത്താൻ പറ്റിയിട്ടില്ല, അദ്ദേഹം കുഷ്ഠരോഗിയാണ്. ഏകദേശം ആ പാത്രത്തിൽ കിട്ടിയ ഭിക്ഷയായി കിട്ടിയ ഈ കൂവളപ്പൂ കൊണ്ട്, കൂവളത്തിന്റെ പൂ കൊണ്ട് അർച്ചന കഴിച്ചപ്പോൾ മഹാദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ പൂർണ്ണ സുന്ദരനായി, കുഷ്ഠം മുഴുവൻ മാറ്റി പൂർണ്ണ ആരോഗ്യവാനായിട്ട് മാറ്റി അനുഗ്രഹം കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഭക്തി എവിടെ കിടക്കുന്നു, ഭക്തന്മാരെവിടെ നിൽക്കുന്നു? നമ്മുടെ ഭക്തി എന്ന് പറയുന്നത് അന്നത്തെ ഒരു ദിവസം, അന്നത്തെ ആ ഒരു ദിനം മുഴുവനായിട്ട് ആ ഭഗവാന്റെ ഉള്ളിലേക്ക് ഭഗവാനെ കണ്ടുകൊണ്ട്, ഭഗവാനെ നമ്മുടെ മനസ്സിലിരുത്തിക്കൊണ്ട്, ആ അമൃത് എന്ന് പറയുന്ന ആ ശക്തി പൂർണ്ണമായി നിൽക്കുന്ന ഭഗവാനിലൂടെ ലഭിച്ചപ്പോൾ ആ ദേവന്മാർക്ക് കിട്ടിയ അതേ അമരത്വം നമ്മൾക്ക് കിട്ടണമെന്ന് നമ്മുടെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, ആ ഭഗവാനെ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുകൊണ്ട്, ആ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ജപിക്കുന്ന ഓരോ നമഃശിവായയ്ക്കും, ഓരോ ശിവനാമത്തിനും നമുക്ക് രക്ഷയുടെ, മോക്ഷത്തിലേക്കുള്ള വഴിയാണ് തുറക്കപ്പെടുന്നത്. ഇതുവരെ അടഞ്ഞ് നമ്മളെ അടച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ദുരിതങ്ങളുടെ, നമ്മുടെ സങ്കടങ്ങളുടെ കെട്ടുകളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് മറ്റൊരു വഴിയിലേക്ക് നമുക്ക് വരാൻ പറ്റുന്ന ഏറ്റവും ശുഭകരമായി നിൽക്കുന്ന ഒരു ദിനത്തെയാണ് ശിവരാത്രി. എന്ത് കേമായിട്ടല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. തൃക്കണ്ണുള്ള ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചേക്കുവാണ്. പിന്നെ തൃക്കണ്ണൊക്കെ ഉണ്ടാവുമോ? അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂ ഏതാ? കൂവളത്തിലെയാ. കൂവളത്തിൽ ഇരിക്കുന്നത് എങ്ങനെയാ? മഹാദേവന്റെ കണ്ണുകളാണ്. അങ്ങനെ തന്നെ ഒരു വൃക്ഷത്തെ ഇവിടെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, അത് നമ്മുടെ കൺമുമ്പിൽ ആ വൃക്ഷമുണ്ടെങ്കിൽ ദേവാദിദേവന്റെ ശക്തിയെക്കുറിച്ചൊന്ന് നമ്മൾ പറയേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഒരു 12 കൂവളത്തിലെങ്കിലും അന്നത്തെ ദിവസം ഓരോ ഭക്തന്മാരും മിനിമം അമ്പലത്തിന്റെ നടക്കൽ സമർപ്പിക്കണം. മിനിമം 12 കൂവളത്തിലാ. നിങ്ങൾ എവിടുന്ന് പറിച്ചെടുത്താലും വേണ്ടില്ല, അതെങ്കിലും നടക്കൽ. വേറെ വലിയ വഴിപാടുകളൊന്നും വേണ്ട. ഭഗവാന്റെ മുമ്പിൽ ഒരു 12 കൂവളത്തിൽ സമർപ്പിക്കുക. ആ ഭഗവാന്റെ എന്താ പറയണേ, ആ അമ്പലത്തിന്റെ ചുറ്റമ്പലത്തിലോ വല്യമ്പലത്തിലോ ബലിക്കപ്പരയിലോ അല്ലെങ്കിൽ എവിടെയായിരുന്നു വെച്ചാൽ കുറെ നേരം നമഃശിവായ ജപിക്കുക. നമ്മുടെ നമഃശിവായ ജപം കൊണ്ടുള്ള അർച്ചന ആ ഭഗവാന്റെ ശരീരത്തിലേക്ക്, ആ ഭഗവത് സ്വരൂപത്തിലേക്ക് തട്ടി നമ്മൾക്ക് അതിന്റെ അനുഗ്രഹം. കുറച്ചു നേരം നമ്മുടെ അർച്ചന, നാമാർച്ചന, ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് അർച്ചന ചെയ്യുക. അപ്പൊ അന്ന് കിട്ടുന്ന ഒരു ദിവസത്തെ ഒന്നു മാത്രം നിങ്ങൾ നിരീക്കുക. ആ ഒരു ദിവസത്തെ നമ്മുടെ കുട്ടികളുടെ, നമ്മുടെ പരമ്പരയുടെ, നമ്മുടെ കുടുംബത്തിന്റെ, നമ്മുടെ ഇതുവരെ കഷ്ടപ്പെട്ടിരിക്കുന്ന കഷ്ടതകളുടെ എല്ലാ സംഭവങ്ങളെയും മാറ്റി നിർത്തി നമ്മളെ പൂർണ്ണമായ സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ വഴിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന, അല്ലെ സന്തോഷത്തെ നമുക്ക് പ്രദാനം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ശുഭകരമായി നിൽക്കുന്ന ദിനമായതിനാൽ ആ ദിനത്തിനെ നമ്മൾ പൂർണ്ണമായി ആഗിരണം ചെയ്ത് ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ ചേർത്ത് പിടിച്ച് ഭഗവാന്റെ അനുഗ്രഹാശിസ് കൊണ്ട് നമ്മുടെ പരമ്പര രക്ഷപ്പെടുത്തി നമഃശിവായ ജപം കൊണ്ട് നമ്മുടെ സർവ്വ ദുരിതങ്ങളും മാറ്റി ആ ഭഗവാന്റെ അനുഗ്രഹം ഓരോ കുടുംബങ്ങളിലും ലഭിക്കണം. അപ്പൊ അതുകൊണ്ട് ശിവരാത്രിക്ക് മുമ്പ് തന്നെ ഇത് പറയണത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ആ ശിവരാത്രി ദിവസം നിങ്ങൾ എല്ലാം മാറ്റിവെക്കുക. ഒന്നും ചെയ്യണ്ട, ആരും ഒന്നും ചെയ്യണ്ട. മറ്റത് ഞാൻ നിങ്ങളോട് ഓരോന്ന് പറയുമ്പോഴും നിങ്ങൾ മാക്സിമം അത് ശ്രദ്ധിക്കണം എന്നല്ല. ഈ ഒരു ദിവസത്തെക്കുറിച്ച് ഞാൻ അങ്ങനെയല്ല പറയണേ, നിങ്ങളിത് ചെയ്തിരിക്കണം, ഇത് ചെയ്യണം, ഇതിന്റെ സുഖം നിങ്ങൾക്ക് ലഭിക്കണം, ഈ നന്മ നാട്ടിൽ വരണം, ഇവിടെ നല്ലൊരു സമൂഹം സൃഷ്ടിക്കപ്പെടണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സുഹൃതികളായ ആൾക്കാർ വരണം, പരമ്പരയ്ക്ക് രക്ഷപ്പെടണം. അപ്പൊ അതുകൊണ്ട് എല്ലാ വിശ്വാസികളും ആ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ ലയിക്കാൻ പാകത്തിന് ആ നമ്മുടെ എല്ലാ കാര്യങ്ങളും, പിറ്റേ ദിവസം നമ്മൾ ബലിയിടൽ അറിയാലോ, പിതൃകർമ്മം ചെയ്യുകയാണ്. ആ പിതൃക്കൾക്ക് പോലും ശരിക്കും നമ്മുടെ മുത്തശ്ശന്മാരൊക്കെ നമ്മൾ ബലിയിടുന്നുണ്ടോ? അപ്പൊ ഇവർക്കൊക്കെ മോക്ഷം കൊടുക്കുക ജപത്തിലൂടെ, ഇവർക്കൊക്കെ മോക്ഷം കിട്ടുകയാണ്, സകല മോക്ഷവും കിട്ടുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എല്ലാം കൂടെ തരുവാണ്, എല്ലാം തരുവല്ലേ. ഒന്ന് ഒരു കുടുംബം എന്ന് പറയണത് എന്താ? ഭാര്യയും ഭർത്താവും കൂടെ കൂടുന്ന ഏറ്റവും വലിയ സങ്കല്പം എന്താ? ഉമാമഹേശ്വര സങ്കല്പം, അർദ്ധനാരീശ്വര സങ്കല്പം. അവർക്ക് നല്ല ബുദ്ധി, ജീവിക്കാനുള്ള ബുദ്ധി ദക്ഷിണാമൂർത്തിയല്ലേ. അവർക്ക് ആയുസ്സും ആരോഗ്യം കൊടുക്കുക, ശാപതാപാതകം രക്ഷിക്കുക മൃത്യുഞ്ജയനല്ലേ. അവരെ സർവ്വ ദുരിതങ്ങളിൽ നിന്നും ഈ രാക്ഷസഭാവത്തിൽ നിന്നുള്ള പ്രശ്നങ്ങളിൽ രക്ഷപ്പെടുത്തുക അഘോരിയില്ലേ. നോക്കൂ, ഇങ്ങനെ കിടക്കുമല്ലേ ശിവന്റെ മഹാദേവന്റെ ഓരോ ഭാവങ്ങള്. അപ്പൊ ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളുന്ന മഹാദേവനെ ഓർത്ത് നമഃശിവായ ജപത്തിലൂടെ നമഃശിവായ ജപിച്ച് ഓരോ കുടുംബത്തിലും അതിന്റെ പുണ്യം നിറച്ച്
ആ പുണ്യത്തിലൂടെ ഓരോ പൂങ്കാവനം സൃഷ്ടിക്കപ്പെട്ട് ഓരോ ഭവനങ്ങളും നന്നാവട്ടെ. അതുകൊണ്ട് അന്നത്തെ ദിവസം നിങ്ങൾ കളയാതിരിക്കുക. ആ ഒരു ദിവസത്തിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളുക. അന്ന് പ്രദോഷം കൂടിയാണ്. മാക്സിമമായിട്ട് അന്ന് ഉപവാസം തന്നെ നോക്കുക. അല്ലെങ്കിൽ കരിക്കിന്റെ വെള്ളം മാത്രം കഴിക്കുക. നിങ്ങകൊണ്ടൊന്നും ഒന്നും നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നില്ല. അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരിക്കും. ഒന്ന് മാത്രമേ പറയാനുള്ളൂ, നമഃശിവായ 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 നമഃശിവായ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണയേതാരം പ്രണതോസ്മി സദാശിവം. നമഃശിവായ 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 നമഃശിവായ. നമസ്കാരം.